ഹായ് ഓൾ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇതിനകത്ത് ഞാൻ ഡെയിലി ഫോളോ ചെയ്യുന്ന എൻ്റെ ഡയറ്റ്സ്, പിന്നെ സ്കിൻ കെയർ കാര്യങ്ങൾ എല്ലാം കാണിക്കുന്നുണ്ട്. മോർണിംഗ് തന്നെ ഒരാളിവിടെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. പിന്നെ മോർണിംഗ് ഒരു ബ്ലാക്ക് കോഫി കുടിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കുറേ നാളായിട്ടുള്ള ശീലമാണ് കേട്ടോ. അങ്ങനെ ഇത്താൻ്റെ കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ശല്യം ചെയ്യാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞൊരു 5:45 ആയി. ഞാൻ വീണ്ടും ഇറങ്ങാൻ പോവുകയാണ്. അസറ ഇപ്പൊ രാവിലെ നിസ്കരിച്ചേ? ഓ, എത്ര നിസ്കരിച്ചു? 4 അങ്ങനെ ആ വർക്കൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റിട്ട് മോർണിംഗ് സ്കിൻ കെയർ ചെയ്യാൻ പോവാണ്. ഒരുപാടൊന്നുമില്ല. ഫസ്റ്റ് സെറ്റഫിലിൻ്റെ ഒരു ക്ലെൻസർ യൂസ് ചെയ്ത് ഞാൻ ഫേസ് നല്ലോണം വാഷ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ഒരു ലാക്ടോകലാമിനും ആൻഡ് ഒരു ആൽഗുർണസിൻ്റെ ഒരു ലിപ് ബാമുമാണ്. ഈ ഒരു ലാക്ടോകലാമ് ഞാൻ കുറേ ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ഈ ഒരു വയലറ്റ് കളറിലുള്ള ക്യാപ്പ് വരുന്ന ബോട്ടിലാണ്. ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ ഗ്രീനാണ്. നിങ്ങൾ ഡാർക്ക് സ്പോട്ട്, അതുപോലെ പിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ളതൊക്കെ മാറ്റാൻ നല്ലോണം സഹായിക്കും. നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ മോർണിംഗ് ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരാളുടെ TV ഒക്കെ കണ്ടുകൊണ്ട് രാവിലെ തന്നെ ഇരിപ്പുണ്ട്. പണികളൊക്കെ തുടങ്ങിയിട്ട് കിച്ചണൊക്കെ നല്ല വലിച്ചു വാരി ഇട്ടിട്ട് ഇവിടെ ആള് ഭയങ്കര പണിയിലാണ്. ഇടിയില്ലാത്ത കപ്പിൽ എനിക്കാണോ കോഫി? ഇടിയില്ലാത്ത കപ്പിൽ കോഫി. ഇതെങ്ങനെ ഞാൻ ഇപ്പൊ പിടിക്കുക? ഇതാ ഇപ്പുറത്തെ പിടിയുള്ള കപ്പിൽ കോഫി എനിക്ക്. പിടിയുള്ള ഗ്ലാസ്സിൽ കിട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇവിടെ അടിച്ചു വരിക. അല്ലാണ്ട് വേറൊരു പണി എനിക്കില്ല. അപ്പം ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി പോവാണ്. ഈ വീട്ടിലെ പണികളെല്ലാം എടുക്കുന്നത് ഞാനാണ്. ഇവിടെ ഇരിക്കുന്നവർ ഒരു പണിയും ചെയ്യാറില്ല. ഈ വീട്ടിലെ പണികൾ മൊത്തം ചെയ്യുന്നത് ഞാനാണ്. ഇവരെ കഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെ മോർണിംഗ് ഞാൻ ഫുഡിന് പകരം ഈ ഒരു ഷെയ്ക്കാണ് കുടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ക്ക് എന്താണെന്ന് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷെയ്ക്ക് കുടിച്ചാൽ ഡെയിലി നമ്മുടെ വെയിറ്റ് കുറയും എന്നൊക്കെയുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ 2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ചാനൽ ചെക്ക് ചെയ്താൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. ഇത് കുടിച്ചാൽ ഡെയിലി നമ്മുടെ വെയിറ്റ് കുറച്ച് കുറയും. മെയിനായിട്ട് വെള്ളം കുടിക്കണമെന്നേ ഉള്ളൂ. ഈ ഒരു ഷേക്ക് ആർക്ക് കുടിക്കാവുന്നതാണ്. ഫീഡിങ് മാംസിന് കുട്ടികൾക്കൊക്കെ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഡെയിലി വാട്ടർ കുടിക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 8 ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പോൾ എനിക്ക് 2 ലിറ്റർ ആവും. ഞാൻ 2.5 ലിറ്ററാണ് കുടിക്കുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വെയിറ്റ് ലോസിനെ പറ്റി ഒരു വീഡിയോ. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ആ ഒരു കമ്പനീൻ്റെ അതിൻ്റെ പല പ്രൊഡക്ട്സ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുടെ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ അത് കാണിക്കാൻ മുന്നേ 2 അൺബോക്സ് ആൻഡ് 2 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ കാണിച്ചിട്ട് ആ വീഡിയോയിലൊക്കെ പോകാം. അപ്പോൾ എന്തൊക്കെ ഡെക്കോറേറ്റീവ് ഹെർബൽ ലൈഫിൻ്റെ പ്രൊഡക്ട്സാണ്. അപ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വെയിറ്റ് കുറയണമെന്നുള്ളവർ ഇത് ചെക്ക് ചെയ്യുക. ഇവരുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് 2 സാധനം അൺബോക്സ് ചെയ്യാനുണ്ട്. ഇതും അൺബോക്സ്. അപ്പോൾ ഇതെന്ത് നോക്കാം. ഞാനതൊരു മീഷോയിൽ അയച്ച ഒരു ഇതാണ്. വീട്ടിലൊക്കെ ഇടുന്ന ചെരുപ്പ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല പോയിട്ടോ. അപ്പോൾ ആ ഒരു സെയിം സാധനം തന്നെ ഞാൻ വാങ്ങിച്ചു. ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ജസ്റ്റ് ഒരു 200 എത്ര വരുന്നു. കുറേ നാൾ ലാസ്റ്റ് ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ലാസ്റ്റ് ചെയ്യുന്നത് നല്ലോണം കണ്ടിട്ടാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്തതാണ്. ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഒരു സൈറ്റിൽ കണ്ടിട്ട് ഓർഡർ ചെയ്ത എനിക്ക് ഡ്രസ് ഇല്ലാത്തതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തത്. അപ്പോൾ ഈ ഒരു സാധനം ഒരു ബാഗാണ്.
ഇത് ഉള്ളിൽ ഒരൊറ്റ ഏരിയ ലൂയിസ് വിൽട്ടൻ്റെ സാധനം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാഗുണ്ട്. ഇതിങ്ങനെയായിരുന്നു ഫോട്ടോയിൽ ഞാൻ ചോദിച്ചതിപ്പോൾ അവർ പറഞ്ഞത് സെപ്പറേറ്റ്സ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ഒരെണ്ണമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ചെറിയൊരു ബാഗ്, ഈ ഒരു ബാഗിൻ്റെ ഉള്ളിലും ഇത് ചെയ്യും. അപ്പോൾ ഈ പേഴ്സിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. സെയിം രണ്ട് ഇതിൽ സ്മോളാണെന്നേ ഉള്ളൂ, രണ്ട് സെയിം തന്നെ. സോ പിന്നെ ഞാൻ പോയി ലൈഫിൻ്റെ ബാക്കി വീഡിയോസൊക്കെ എടുക്കട്ടെ. അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ടവർ ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ ചെക്ക് ചെയ്യാം. എല്ലാം ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൂടി നിർബന്ധമാണ്, കാരണം 2 ലിറ്റർ തീർക്കണമല്ലോ. പിന്നെ ഞാൻ ഡെയിലി ഇടുന്ന ഒരു ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ഞാൻ കുറേ ഇയേഴ്സായിട്ട് എനിക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാക്കാണിത്. നമുക്കിതൊന്ന് വീട്ടിൽ കഴിക്കണം. 20 മിനിറ്റ് അല്ലേ 30 അല്ലേ? നമുക്ക് വേണോ? അങ്ങനെ 20 മിനിറ്റ്സ് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫ്രഷായി പ്രെയർ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു. സെയിം മോർണിംഗ് റൊട്ടീൻ തന്നെ, ലാക്ടോകലാമിന് ലിപ് ബാം തന്നെ ഞാൻ അപ്ലൈ ചെയ്തു. മോർണിംഗും ഉച്ചയ്ക്കും അത് തന്നെയാണ് ഞാൻ തേക്കുന്നത്. പിന്നെ നല്ല ഫിഷ് പൊരിക്കുന്ന മണം കണ്ടപ്പോൾ എനിക്ക് വിശന്നു. അപ്പോൾ റൈസ് എന്തായാലും കട്ട് ചെയ്യണമല്ലോ, ഡയറ്റ് എടുക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഞാൻ റൈസ് കട്ട് ചെയ്തേക്കാണ്. അപ്പം രാവിലെ ഇവിടെ പുട്ടാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മടികൊണ്ട് ഞാൻ ആ പുട്ട് തന്നെ പിന്നെ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അഗെയിൻ വെള്ളം കൂടി തന്നെ അങ്ങനെ ഒരു 1 ലിറ്റർ 1 ലിറ്റർ കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരത്തിന് ചായ കുടിക്കാൻ വേണ്ടി ഞാൻ പഴപ്പൊഴിയുടെ മാവ് കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ വെറുതെ പോയി കുറേ നേരം ഇരുന്നു. അങ്ങനെ 4 മണിയായപ്പോൾ ഞാൻ കുഴച്ച് വെച്ച മാവാണല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ പൊഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. പഴം പൊഴിക്കും എന്നേ ഉള്ളൂ, പഴം പൊഴിക്ക് ഷേപ്പുകളൊന്നുമില്ല. ഇതിൻ്റെ ഇടയിലും വെള്ളം കൂടി ഒന്നും മറന്നിട്ടില്ല, കാരണം വെള്ളം കുടിക്കാനുള്ള നിർബന്ധമാണല്ലോ ഷേക്ക് എടുത്തുകൊണ്ട്. അതുകൊണ്ട് 2 ലിറ്റർ കംപ്ലീറ്റ് ചെയ്യണം, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. ഡയറ്റ് ആണ്ട് പിന്നെ പഴംപൊരിയുടെ മണം അടിച്ചാൽ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു പഴംപൊരിയും കഴിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിച്ചിട്ട് ഈ കഴിച്ചതെല്ലാം ഇറക്കണമല്ലോ, അതുകൊണ്ടൊരു അരമണിക്കൂർ ഞാൻ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ഓരോരുത്തർ കാണുന്നത് നാഗവല്ലിയാണ്. നായക്കുട്ടി കാണിക്കുന്നത്. അങ്ങനെ നാഗവല്ലിയൊക്കെ കഴിഞ്ഞു, പ്രയറിൻ്റെ ടൈമായി. അങ്ങനെ മകസറും മഗ്രിബും എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നൈറ്റിൽ ഞാൻ ഈ പിമ്പിൾസിൻ്റെ മാർക്ക് കൊണ്ടുകൊണ്ട് നമ്മുടെ ആര്യവേപ്പിലയും മഞ്ഞളും കൂടെ അരച്ചിട്ട് ഞാൻ പിമ്പിൾസിൻ്റെ മാർക്ക് ഉള്ളിടത്ത് മാത്രം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. നല്ലൊരു റിസൾട്ടാണ്. സംഭവം പഴയ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നതാണ്, ആരൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ലൊരു റിസൾട്ട് കിട്ടുകൊണ്ട് തന്നെ ഞാനിത് ഡെയിലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഡയറ്റിനെ തെറ്റിക്കാനായിട്ടൊരു വില്ലനോട് വന്നു. ചിക്കൻ അങ്ങനെ ബ്രോസ്റ്റ് വന്നു, എൻ്റെ ഡയറ്റ് തെറ്റി. ഞാനത് തിന്നാൻ പോകണം. മണ്ണോട് ചിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഞാനിത് വാഷ് ചെയ്ത് കളയുന്നില്ല, ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ചുരണ്ടി കളയാണ്. അങ്ങനെ എൻ്റെ ഡയറ്റ് തെറ്റി കേസ്. എന്തായാലും ഞാൻ കുറയ്ക്കാൻ വേണ്ടി ഹാഫ് ഫുഡ്സൊക്കെ എടുക്കാനാണ് വന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് 10 മണിയാവാറായി. ഇവിടെ 10 മണിയാകുമ്പോൾ എല്ലാവരും കിടക്കും, അതുകൊണ്ട് അത് പാലിച്ച് കഴിയും. അതുകൊണ്ട് 10 മണിയാകുമ്പോൾ തന്നെ കിടക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ്റെ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ കഴിയും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. ബൈ ബൈ.